നമസ്കാരം. ഇന്ന് പടവുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇന്റർനാഷണൽ യോഗ ട്രെയിനറും സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഫാക്കൽറ്റി ടീമിലും പ്രവർത്തിക്കുന്ന SRC മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ശ്രീ സുനിൽകുമാർ തിരൂർക്കാടാണ്. അദ്ദേഹത്തെ പടവുകളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം സാർ. സാർ, സാറ് ഒരു യോഗ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് യോഗ പഠിതാക്കൾക്ക് ഒരു പ്രചോദനമാവുന്ന വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമ്മർദ്ദം എങ്ങനെയാണ്? ഞാൻ യോഗയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 28 വർഷത്തോളമായി. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ യോഗയിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് യോഗയുടെ ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. എനിക്ക് യോഗ പഠനം എൻ്റെ ഒരു വല്ലാത്തൊരു ക്രൈസായിരുന്നു. എവിടെ യോഗയുടെ ക്ലാസ് ഉണ്ടെങ്കിലും ഞാൻ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് പോകും. ഒരുപാട് ആചാര്യന്മാരിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ള ക്ലാസ്സുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ എൻ്റേതായ രീതിയിൽ കുറേ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി എടുത്തിട്ട് ആ ക്ലാസ്സുകളാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തോന്നൽ. പലരും അങ്ങയുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന പഠിതാക്കൾക്ക്, യോഗ പഠിക്കുന്ന കുട്ടികൾക്ക്, പുതുതായി കടന്നു വരുന്നവർക്ക് വലിയൊരു ഉദ്ദീപനം കിട്ടിയിട്ടുണ്ട്. ഒരു ഗുരുമുഖത്തു നിന്നും കിട്ടിയ ആർജവം, അറിവ്, അത് പകർന്നു നൽകുന്നതിൽ അങ്ങ് കാണിക്കുന്ന മികവ് ശ്ലാഘനീയമാണെന്ന് പല കുട്ടികളും പറയാറുണ്ട്. അത് ഈ ഒരു സംഗതി കൊണ്ടാണോ? തീർച്ചയായിട്ടും. ഞാനൊരു പഠന വിഷയമായിട്ട് ഞാൻ ഒരു ക്ലാസ് എന്ത് ചെയ്യുമ്പോഴും ഞാനതൊരു പഠന വിധേയമാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പോരായ്മകൾ നമ്മൾക്ക് തിരുത്താൻ കഴിയും. അപ്പോൾ എല്ലാം എന്തും തിരുത്തി മുന്നോട്ട് പോകുന്നൊരു ശൈലിയാണ് ഞാൻ സ്വീകരിക്കാറ്. അതുകൊണ്ടായിരിക്കണം കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടാൻ വളരെ രസകരമാവുന്നതും ഒക്കെയാണ്. പലരും ഇപ്പോൾ ഈ രീതിയിൽ തന്നെ പറയാറുണ്ട്. ഇവിടെ നോക്കൂ, ഈ യോഗ എന്ന് പറയുന്ന തെറാപ്പി അത് പുതിയ ജീവിതക്രമത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നായി പരിണമിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് പ്രത്യേകിച്ചും പുതിയ കാലത്തിൻ്റെ യോഗ ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങൾ അങ്ങൊന്ന് വിശദീകരിക്കാം. യോഗയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനേറ്റവും ഉദാഹരണം നമുക്ക് അന്താരാഷ്ട്ര യോഗ ദിനം മുതൽ ലോകവ്യാപകമായി യോഗ വ്യാപിച്ചു കഴിഞ്ഞു. ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ഭാരതം നൽകിയ അമൂല്യമായ ഒരു സംഭാവനയാണ് യോഗ. പക്ഷെ ഇന്ന് വൈദ്യശാസ്ത്രം പോലും യോഗയിലേക്ക് പല ആളുകളെയും തിരിച്ചുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം യോഗയുടെ ഒരു പ്രത്യേകത, യോഗ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു വ്യായാമം, ഒരു ജീവിതചര്യ. അതാണ് യോഗയുടെ പ്രത്യേകത. യോഗ നമ്മളൊക്കെ പറയുന്നത് യോഗ ഒരു ദിവസക്കൂലിയാണ്. അതായത് നമ്മളൊരു ദിവസം ജോലി ചെയ്താൽ മാത്രമേ കൂലി കിട്ടുള്ളൂ എന്നുപോലെ ദിവസവും അത് ചെയ്താൽ മാത്രമേ യോഗ കൊണ്ട് നമുക്ക് അതിൻ്റെതായ ലക്ഷ്യത്തിലെത്താൻ. ഇന്ന് വ്യാപകമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ വ്യാപിച്ചു. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വ്യാപിക്കാൻ കാരണം പേരിൽ തന്നെ പറയുന്നുണ്ട്, ജീവിതങ്ങളുടെ തെറ്റായ ശൈലി. അപ്പോൾ യോഗയ്ക്ക് ഒരുപാട് ആ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മറികടക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ യോഗയിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് അസുഖങ്ങൾ വളരെ ചെറുപ്പക്കാരിൽ പോലും നമുക്ക് വ്യാപകമായിട്ട് അസുഖങ്ങൾ വ്യാപിച്ചപ്പോൾ ലോകം ഇത് ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം യോഗ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ യോഗയിലേക്ക് മാറേണ്ടി വന്നതിൻ്റെ ഒരു മാറ്റം സമൂഹത്തിൽ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. അത് ഗുണകരമാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ വളരെ നല്ല രീതിയിലാണ് യോഗയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാർ യോഗ ഫോർ ആൾ എന്നൊരു പദ്ധതി തന്നെ പ്രഖ്യാപിച്ചു. എല്ലാവരിലേക്ക് യോഗ എത്തിക്കുക. അത് സ്പോർട്സ് കൗൺസിൽ മുഖാന്തരം യോഗ അസോസിയേഷൻ ഓഫ് കേരളയാണ് അത് നടത്തുന്നത്. നല്ല രീതിയിൽ എല്ലാ ആളുകളിലേക്ക് എത്തിക്കുന്നു. നല്ല ജനപിന്തുണയാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യോഗ എല്ലാവരും ആ താല്പര്യത്തെ തന്നെ ഇപ്പോൾ എടുക്കുന്നുണ്ടെന്നും നല്ല രീതിയിൽ തന്നെ ആളുകൾ അത് ചെയ്തു പോരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, യോഗ അപ്പോൾ നമുക്ക് ജീവിതക്രമമായി ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ ഉത്തമമായ ആരോഗ്യം സംരക്ഷിക്കാൻ ഉതകുന്ന ഒന്നാണ് യോഗ. അപ്പോൾ ഈ യോഗ പുതിയ കുട്ടികളിലേക്ക് ഇപ്പോൾ അങ്ങ് ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, സ്കൂളുകളിൽ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അങ്ങ് കണ്ടക്ട് ചെയ്യുന്നു. അതൊന്ന് എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? നമ്മൾ SRC സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള നിയന്ത്രണത്തിലുള്ള സർക്കാരിന് വ്യാപകമായിട്ട് യോഗ ടീച്ചർമാരെ ട്രെയിനിങ് സെന്ററുകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 15 സെന്ററുകൾ നടക്കുന്നുണ്ട്.
ഓരോ ജില്ലയിലും ഒരു സെൻറ്ററും തിരുവനന്തപുരത്ത് SRC ആസ്ഥാനത്ത് ഒരു സെൻറ്റർ, അങ്ങനെയാണ് 15 സെൻറ്ററുകൾ. അതിൽ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് സ്കൂളുകളിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ വളർന്നു വരുന്ന കുട്ടികളിൽ വ്യാപകമായ സ്ട്രെസ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, സമ്മർദ്ദങ്ങൾ, പഠന വിഷയങ്ങളൊക്കെ ഇതിന്റെ ഘടകങ്ങളാവാം. അപ്പൊ അതിൽ നിന്നും അകറ്റി നിർത്താൻ യോഗ ഒരു നിർബന്ധിതമാക്കി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ആ ഒരു യോഗ ചെയ്യണതിൽ വ്യാപകമായ ഗുണം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് നമ്മൾ ഈ യോഗയുടെ മെഡിറ്റേഷന്, പ്രാണായാമം, ആസനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മളത് ഗെയിമിലൂടെ, ഒരു കളിയിലൂടെയൊക്കെയാണ് നമ്മൾ അവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അവർ വളരെ താല്പര്യമാണ്, ഞാൻ എൻ്റെ അനുഭവത്തൊന്നും ഞാനത് മനസ്സിലാക്കിയിട്ടില്ല, വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ സ്ട്രെസ് കുറയാനും ഓർമ്മശക്തി വർദ്ധിക്കാനും അവരെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പഠന മികവിനും യോഗ ഗുണകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് അതുപോലെ എല്ലാ സ്കൂളുകളിലൊക്കെ യോഗ ടീച്ചർമാരെ വെക്കാനുള്ള ഒരു നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അതിന് ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ ബേസിക് ക്വാളിഫിക്കേഷനാണ് ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ്. +2 കഴിഞ്ഞ ആർക്കും ഈ കോഴ്സിൽ ചേരാവുന്നതാണ്. 18 വയസ്സിന് മുകളിൽ വയസ്സ് പരിധിയിൽ ഏത് വയസ്സ് വരെയും പഠിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിലാണ് ഇതിന്റെ ക്ലാസ് നടക്കുന്നത്. അതായത് 2ാം ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിലാണ് ക്ലാസ് നടക്കുന്നത്. അതിൽ പ്രത്യേകത യോഗയുടെ എല്ലാ കാര്യങ്ങളും അതിൽ പഠിക്കുന്നു എന്നാണ്. ഒരു ടീച്ചർക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം വളരെ ലളിതമായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സിലബസാണ് SRC ഇറക്കിയിട്ടുള്ളത്. അത് ഒരു തൊഴിൽ സാധ്യതയും കൂടി അതിലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാഷണൽ ആയുർവേദ മിഷൻ എല്ലാ ആയുർവേദ ആയുഷ് മന്ത്രാലയങ്ങൾ, എല്ലാ ആയുർവേദ ആശുപത്രികൾ, ഹോമിയോ ആശുപത്രികൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, യോഗ ട്രെയിനർ. അതുപോലെ തന്നെ നമ്മൾ വൃദ്ധസദനങ്ങൾ, അതുപോലെ ഈ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള പല സ്ഥാപനങ്ങളിലും യോഗ നിർബന്ധ പഠന വിഷയമാണ്, അല്ലെങ്കിൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ മേഖലയിലൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു നിയമനത്തിലേക്ക് വഴി തുറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ. അതെ, അതിന്റെ ഏറ്റവും ബേസിക് യോഗ്യതയാണ് SSLC പാസ്സായ ആളുകൾക്ക് 6 മാസം, +2 പാസ്സായവർക്ക് ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ. അതാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ബേസിക് യോഗ്യത. ടീച്ചറാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള പഠന വിഷയം പഠിപ്പിക്കുന്ന അതേ ടീച്ചർ ക്വാളിറ്റിയിലേക്ക് വരാനും അതേ വാല്യൂഡ് സർട്ടിഫിക്കറ്റുമാണ് ഗവൺമെന്റ് നൽകുന്നത്. ഇനി സ്കൂളുകളിൽ യോഗ പഠനം നിർബന്ധമാക്കി കേരള സിലബസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലബസ് വന്നു. ഇപ്പോൾ ഇനി എല്ലാ സ്കൂളുകളും യോഗ ടീച്ചർമാരെ നിയമിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് വലിയൊരു തൊഴിൽ മേഖലയും കൂടി ഇവിടെ തുറക്കപ്പെടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ത്രിതല പഞ്ചായത്തുകൾ മുഖേന അവർക്ക് ഓണറേറിയം നൽകി അവരെ പോസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് ഓർഡർ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഓണറേറിയം വളരെ നല്ല സാധ്യതയുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് യോഗ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോ മലപ്പുറം ജില്ലാ കോർഡിനേറ്ററാണ് സുനിൽ സാർ. അദ്ദേഹത്തിന്റെ സെന്റർ ഉണ്ട്, കുളത്തൂർ ആണ് സെന്റർ പ്രവർത്തിക്കുന്നത്. അവിടെ ഏവർക്കും +2 പാസ്സായ ഏവർക്കും യോഗ പഠിക്കാം. SSLC കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസ കോഴ്സിനും ചേരാം. നമ്മളെ ജീവിതക്രമം മുന്നോട്ടേക്ക് പോകാം. തുടരാം സാർ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പ്രായപരിധി ഇല്ല. ഗവൺമെന്റ് നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ള വെച്ചാൽ എല്ലാ സർക്കാർ നിയമനങ്ങൾക്കും നമുക്ക് വയസ്സിന്റെ ഒരു ക്രമീകരണം ഉണ്ട്. മാക്സിമം 36, അത് 40 മറ്റ് റിസർവേഷൻ ആണെങ്കിൽ. യോഗയ്ക്ക് ഗവൺമെന്റ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സ്പെഷ്യൽ ഓർഡർ ഇറക്കി 50 വയസ്സ് വരെ സ്ഥിര നിയമനങ്ങൾക്ക് യോഗ ട്രെയിനർമാരെ നിയമിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. അപ്പോൾ സർക്കാർ എത്രത്തോളം താല്പര്യമാണ് യോഗയിൽ എടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വളരെ താല്പര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഈ രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. സ്പോർട്സ് കൗൺസിലിന്റെ ഭാരവാഹികളും സംസ്ഥാന സർക്കാരും എല്ലാവരുടെയും വലിയൊരു കൂട്ടായ പ്രയത്നത്തിലുണ്ട്. അപ്പോൾ ഒരു കേരളത്തില് ഈ യോഗ ഒരു സ്പോർട്സ് ഇനമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് കേരള സർക്കാരായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി നമുക്ക് നമ്മുടെ കേരളത്തിൽ 44 കായിക ഇനങ്ങളിൽ ഒന്നും കൂടെയാണ് യോഗ. അവിടെയും നമുക്ക് ഒരുപാട് സാധ്യതകൾ. കാരണം യോഗ ഒരു മത്സരമായതോട് കൂടിയിട്ട് 8 വയസ്സ് മുതൽ അങ്ങോട്ട് മുതിർന്ന ഏത് പ്രായക്കാർക്കും മത്സരിക്കാവുന്ന ഒരു സ്പോർട്സ് ഇനമായിട്ട് മാറി. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചുള്ള ഗുണം എന്താ വെച്ചാൽ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 3-4 അവസരങ്ങൾ ഈ യോഗ മത്സരത്തിൽ വരുന്നുണ്ട്, സ്പോർട്സ് യോഗയുടെ ഭാഗമായിട്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഗ്രേസ് മാർക്കിന് അർഹത കിട്ടുകയാണ്. മറ്റൊരു സ്പോർട്സിൽ കിട്ടുന്ന അതേ യോഗ. അപ്പോൾ ഒരു 8 വയസ്സ് മുതലുള്ള ഒരു കുട്ടിക്ക് അദ്ദേഹത്തിന്റെ പഠനം ഇപ്പൊ ഡിഗ്രിയാണോ ഏത് വരെയാണെങ്കിലും അദ്ദേഹത്തിന് ഗ്രേസ് മാർക്കിനും കൂടെ അർഹത ഉണ്ട്. യോഗം വലിയൊരു സാധ്യത അതിന്റെ മുകളിൽ തുറന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോ സ്പോർട്സ് നിയമനങ്ങൾക്ക് ഇപ്പോ
യോഗയിലെ ആളുകളും കൂടെ സ്പോർട്സിന്റെ കോട്ടയിലേക്കും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രിവിലേജുകൾ കിട്ടുന്നുണ്ട്, മുൻഗണനകൾ ഇതിനകത്ത് വരുന്നുണ്ട്. യോഗ ഇപ്പോ സത്യത്തിൽ യോഗ ഒരു മുൻഗണനാ ക്രമമായി ജീവിതചര്യയായി മാറിക്കഴിഞ്ഞു. ജീവിതത്തിലുടനീളം അങ്ങനെ ആയിക്കഴിഞ്ഞു അല്ലേ? അതായത് നമ്മുടെ വേറൊരു ഗുണം, നമുക്ക് മറ്റുള്ളൊരു കായിക ഇനം പോലെ അല്ല യോഗ. യോഗയുടെ ഗുണം എന്താ വെച്ചാൽ സ്വയം നമ്മൾ മാറും. യോഗ നവീകരണമാണ്. യോഗ പറഞ്ഞിട്ടുള്ള യോഗ ചിത്തവൃത്ത നിരോധമാണ് പറഞ്ഞത്. എല്ലാ ചിത്തവൃത്തികളെയും നിരോധിക്കും. പഠനത്തോടൊപ്പം നമ്മൾ സ്വയം വളരാനും കൂടെ യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. മെന്റലായിട്ടും നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരു വ്യത്യാസം ഏതൊരു യോഗ ചെയ്യുന്ന ആളുകളോടും ചോദിച്ചാൽ അറിയാൻ പറ്റും. അവരെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും, അവര് സ്പ്രെഡ് ചെയ്യും. പോസിറ്റീവ് എനർജി നടത്തും. തീർച്ചയായും യോഗാചാര്യനിൽ നിന്നും ഊർജം പ്രവഹിക്കുക. തീർച്ചയായിട്ടും അത് അനുഭവിച്ചറിയാൻ പറ്റും. നമുക്ക് പറഞ്ഞാൽ അത് അറിഞ്ഞോളണമെന്നില്ല, പക്ഷെ അനുഭവിച്ചറിയാം. യോഗയുടെ ആചാര്യൻ പതഞ്ജലി മഹർഷി അല്ലേ? അതെ. പിന്നീട് ഇപ്പൊ നമ്മുടെ ഈ സമീപകാല ആ പതഞ്ജലി മഹർഷിയിൽ നിന്നും തുടങ്ങിയ ഒരു സാധനം, ആ യോഗ വളർന്നു വന്ന രീതികളെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിവ്. ഭാരതത്തിൽ ഏറ്റവും നമ്മുടെ 5000 വർഷങ്ങൾക്ക് മുമ്പ് യോഗ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉദാഹരണങ്ങളായിട്ട് പറയുന്ന സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായുള്ള ശിലകളിൽ വരെ സൂര്യമസ്കാരം വരെ കൊത്തിവെച്ചപ്പെട്ട ശിലകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും പുരാതനമായ ഒരു ജീവിത രീതിയായിരുന്നു. അതുപോലെ തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും യോഗയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യോഗ അത്രയും പഴക്കമുണ്ട് നമുക്ക് ഉറപ്പിക്കാലോ. അപ്പോൾ ഇത് പതഞ്ജലി മഹർഷി ആണ് ഈ യോഗയെ നമുക്ക് ജനകീയമാക്കി. പതഞ്ജല യോഗ സൂത്രത്തിലൂടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി 8 പടികളിലൂടെ കടന്നു പോകണമെന്ന് നിർദ്ദേശിച്ചപ്പെട്ടിട്ടാണ് ഇത് ജനകീയ രീതിയിലേക്ക് പതഞ്ജലി മഹർഷി മാറ്റിയത്. അപ്പൊ അതിനുശേഷം നമുക്ക് ഒരുപാട് ആചാര്യന്മാര് വന്നു. പല രീതിയിലുള്ള യോഗ ആസനങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു. അത് വളരെ നല്ല രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം വന്ന നമുക്ക് സ്വാമി വിവേകാനന്ദന്, അതുപോലെ ശ്രീബുദ്ധൻ, യേശുക്രിസ്തു ഒക്കെ ഇരട്ട യേശുക്രിസ്തു യോഗയിൽ അല്ലെങ്കിൽ പോലും അവർ യോഗ ഒരു ഭാഗമാക്കിയിരുന്നു. ധ്യാനം അവരൊരു മുഖ്യ ഘടകമായിരുന്നു. നോക്കൂ മാഷേ, അപ്പൊ അങ്ങ് പറയുന്ന ധ്യാനത്തിലൂടെ ഈ മനുഷ്യന്റെ ഒരുപാട് എക്സ്പാൻഷൻസ്, വിപുലീകരണം നടക്കുന്നു എന്ന് ശാസ്ത്രലോകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ധ്യാനം എന്നാൽ ശരിക്കും ധിയുടെ യാമമാണ് ധ്യാനം എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധിയുടെ കാഴ്ചപ്പാട് എന്നാണ് അതിനെ പറയുന്നത്, വ്യാഖ്യാനം. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതിന്റെ എത്രത്തോളം ഡീപ്പാണ് ബുദ്ധിയുടെ കാഴ്ചപ്പാട്. അത്രയും ഡീപ്പായിട്ടാണ് ധ്യാനത്തെ പറയുന്നത്. അപ്പൊ ധ്യാനം നമ്മുടെ ഏകാഗ്രമായി മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോഴാണ് നമ്മളുടെ കഴിവുകളെ ഉണർത്താൻ കഴിയുന്നത്. കുണ്ടലിനി ശക്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഷഡാധാര ചക്രങ്ങള് യോഗ പറയുന്നത്, ഈ ചക്രങ്ങൾ ഉണർത്താൻ യോഗയിലൂടെ കഴിയും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തി നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ പൂർവികരായ ഒരുപാട് വ്യക്തികളെ, ഈ കഴിവുള്ള ആളുകളെ നമുക്ക് കാണിക്കാൻ കഴിയും. ജീവിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് ഈ കഴിവുകളിൽ അതിന് ഏറ്റവും ബേസിക് മെഡിറ്റേഷൻ അഥവാ ധ്യാനമാണ്. ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് എടുക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ടാവും. അപ്പോൾ ഏകാഗ്രമായിട്ട് മനസ്സിനെ നമ്മൾ നിർത്തുമ്പോൾ നമ്മളിൽ നിന്നും നമ്മുടെ ബ്രെയിനിൽ ആ വ്യത്യാസങ്ങൾ വരികയും അത് ഉണർത്തിക്കൊണ്ടാനും നമുക്ക് ഏവർക്കും കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് ധിയുടെ യാമമാണ് ധ്യാനം എന്ന് പറയാനും കാരണം പൂർവികർ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു ജ്വലിക്കുന്ന ആളായി ജ്വലിക്കും. അത് നമുക്ക് യോഗ ചെയ്യുന്ന അല്ലെങ്കിൽ നിരന്തരം മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളെ കണ്ണിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അവരത്രയും പവർഫുൾ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരൊരു പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രമായിരിക്കും. അത് സംസാരിക്കുമ്പോൾ അറിയാം. കാരണം നമ്മൾ ഈ അങ്ങനത്തെ ആളുകളിൽ നിന്ന് ആളുകൾ വിട്ടുപോകില്ല. ഒരു കാന്തിക ശക്തി, ഒരു വലയം തീർച്ചയായിട്ടും രൂപപ്പെടും. ആളുകളോട് സംസാരിച്ചാൽ ആളുകൾ സംസാരം നിർത്തൂല. കാരണം വീണ്ടും വീണ്ടും സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി ആളുകൾ ഉണ്ടാക്കുക ഈ പോസിറ്റീവ് എനർജിയുടെ ഫോം ചെയ്യലാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അത് മെഡിറ്റേഷൻ പ്രധാന ഘടകമാണ്. തീർച്ചയായും. ഇപ്പോൾ ബ്രീത്തിങ്, ശ്വസന പ്രക്രിയയാണ് ഇതിൻ്റെ ആധികാരികമായ ഒരു ശീല. അപ്പോൾ ഈ നമ്മുടെ ഈ യോഗ രീതിയിൽ ഈ ശ്വസന പ്രക്രിയയുടെ ഒരു എങ്ങനെയാണ് അത് ക്രമപ്പെടുത്തിയിരിക്കുന്നത്? യോഗയിൽ പ്രാണായാമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രാണായാമം നമ്മുടെ യമ നിയമങ്ങൾ പറയുമ്പം
യമം പിന്നെ ഇതിൽ പറയുന്നത് ഇതിൽ നമുക്ക് യമം, നിയമം, ആസനം, പ്രാണായാമം. യമം നിയമം കഴിഞ്ഞിട്ട് ആസനത്തിന് ശേഷമാണ് പ്രാണായാമത്തെ പതഞ്ജലി മഹർഷി വിമർശിക്കുന്നത്. പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസഗതിയെ നിയന്ത്രിച്ച് മനസ്സിനെ സ്വായത്തമാക്കുക എന്നാണ് അതിന്റെ ബേസിക്കായ അർത്ഥം. അത് നമ്മൾ ശ്വാസഗതിയെ നിയന്ത്രിച്ചാൽ നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ പറയുന്നത് തസ്മിൻ സതി പ്രാണപ്രശ്വാസയോർഗതി വിച്ഛേദ പ്രാണായാമ. അതായത് ശ്വാസഗതിയെ വിച്ഛേദിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ മനസ്സിനെ ശാന്തമാക്കാം, കയ്യിൽ ഒതുക്കാം എന്നാണ് പറയുന്നത്. പ്രാണായാമം ഒരുപാട് രീതിയിലുള്ള പ്രാണായാമങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നാഡീശുദ്ധി പ്രാണായാമങ്ങൾ, അനുലോമ വിലോമ പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം, കപാലഭാതി ഒരു ക്രിയയും പ്രാണായാമമായിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ ശീതളി, ശീത്കാരി പറഞ്ഞ ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്. അത് ചില ആളുകൾക്ക് എല്ലാതും ചെയ്യാൻ പറ്റില്ല. സൂര്യവേദന പ്രാണായാമം, ചന്ദ്രഭേദ പ്രാണായാമം, സൂര്യ പ്രാണായാമം, അങ്ങനെ പല രീതിയിലുള്ള പ്രാണായാമങ്ങളുണ്ട്. അപ്പോൾ അതൊരു ആചാര്യൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള പ്രാണായാമങ്ങൾ കൊടുക്കും. പക്ഷെ ബേസിക്കായിട്ട് നമുക്ക് ഈ അനുലോമ വിലോമ പ്രാണായാമം, ഭസ്ത്രിക, കപാലഭാതി, ഭ്രമരി ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഈ ശ്വാസഗതിയാണ്. യോഗ നമ്മുടെ ബ്രീത്തിങ്ങുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ ശ്വാസഗതിയെ നിയന്ത്രിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ നമുക്ക് ശാന്തമാക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊരു മിനി പിന്നെ മെഡിറ്റേഷന്റെ മോഡിലും കൂടെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ഹോർമോൺസുകൾ ഒരുപാട് ഈ സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. മനസ്സ് ശാന്തമാവും, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ഒരുപാട് കൂടും. കാരണം നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ കംപ്ലീറ്റ് ശ്വാസഗതിയിലാണ്. അപ്പൊ അതിന് പിന്നെ നമ്മുടെ ആചാര്യന്മാർ അതിനൊരു റേഷ്യോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അതിന് പറയുന്നത് പൂരകം, കുംഭകം, രേചകം. പൂരകം എന്നാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും, കുംഭകം എന്നാൽ പിടിച്ചു വെക്കുന്നതും, രേചകം എന്നാൽ പുറത്തു വിടുന്നതുമാണ്. അപ്പൊ നമ്മൾ നോർമലി ഈ പ്രാണായാമങ്ങളിൽ പറയുന്നത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ എത്ര സെക്കൻഡാണോ ശ്വാസം എടുത്തത് അതിന് 4 ഇരട്ടി നമ്മൾ കുംഭകം ചെയ്യണം, അഥവാ സംഭരിക്കണം. 2 ഇരട്ടി കൊണ്ട് വേണം പുറത്തു വിടാൻ. അപ്പൊ നമ്മൾ അതിന് പറയുന്നത് 4:1:4:2. അതായത് 1 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുന്ന ആള് 4 സെക്കൻഡ് പിടിച്ചു വെക്കണം, 2 സെക്കൻഡ് കൊണ്ട് വിടണം. അത് 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് ശ്വാസം എടുക്കൽ പ്രായോഗികമല്ല, അത് അതിന്റെ റേഷ്യോ ആണ്. അപ്പൊ നമ്മൾ നോർമലി നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കും, 16 സെക്കൻഡ് പിടിച്ചു വെക്കും, 8 സെക്കൻഡ് കൊണ്ട് വിടും. അത് ഏറ്റവും കുറഞ്ഞ സമയപരിധി. പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂട്ടി കൊണ്ടുവരാം. അത് 4 8 ആക്കാം, 8 16 ആക്കാം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു കുറച്ച് നേരത്തേക്ക് പിടിച്ചു വെക്കാൻ കഴിയുമ്പോൾ അപാരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരും. പ്രാണായാമം അത്ര പവർഫുള്ളാണ്. ഈ പുതിയ കാലത്തെ ആളുകളോട് യോഗ അഭ്യസിക്കുന്നതിൻ്റെ ഒരു നേട്ടങ്ങൾ എന്താണ്, ഗുണങ്ങൾ, അതിൻ്റെ ഒരു ഗുണമല്ലോ? ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. ഞാൻ അതും കൂടെ പറഞ്ഞു പോകണം. കാരണം ഞാൻ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് അങ്ങനെ എനിക്ക് അലർജിയുടെ ഒരു അസുഖം വന്നു. ഭയങ്കര അലർജി ഉണ്ടായി. അങ്ങനെ കുറെ ഡോക്ടർമാരെ പോയി മരുന്ന് കഴിച്ചു, ആയുർവേദ മരുന്ന് കുറെ കഴിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും വേണ്ടമായൊരു റിസൾട്ട് എന്നിലേക്ക് വന്നില്ല. അപ്പൊ അങ്ങനെ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു യോഗ ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 5 മണിക്ക് ശിവാനന്ദ സ്കൂൾ ഓഫ് യോഗയുടെ ഒരു അധ്യാപകന്റെ ക്ലാസ് അങ്ങാടിപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലാസ്സിന് പോയപ്പോൾ ഒരു 3 മാസം കൊണ്ട് എൻ്റെ അലർജി എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു കാര്യമായ ഒരു ഗുണമുണ്ട്. പക്ഷെ ഞാൻ അത് തുടർന്നു. അപ്പോൾ തുടർന്നപ്പോഴാണ് അതിൽ മാറ്റം വന്നത്. കാരണം നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിരിക്കും, നമ്മളെപ്പോഴും എനർജറ്റിക് ആയിരിക്കും. ഏതൊരു ജീവിതത്തിലെ പ്രതിസന്ധി നമ്മൾ ബാധിക്കില്ല, നമ്മൾ ചിരിച്ചും കൊണ്ട് നേരിടാൻ കഴിയും. കാരണം അതെന്താ വെച്ചാൽ യോഗയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം, ആരും ദേഷ്യപ്പെട്ടാലും നമുക്ക് ദേഷ്യം വരില്ല. പക്ഷെ നമ്മൾ അതുപോലെ തന്നെ എന്തും വളരെ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യും. എന്ത് കാര്യം അങ്ങനെയാണ്. കാരണം അങ്ങനെ ഒരു കഴിവ് നമുക്ക് യോഗയിലൂടെ കിട്ടി. അപ്പൊ നമുക്ക് പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താ വെച്ചാല് ഇപ്പോഴത്തെ തലമുറയ്ക്ക് നമുക്ക് വളരെ ആവശ്യം. കാരണം സ്ട്രെസ് വ്യാപകമാണ് അവർ. അപ്പൊ ഈ സ്ട്രെസ് കുറയ്ക്കുന്നതിന്, ഓർമ്മശക്തി കൂട്ടുന്നതിന് ഏറ്റവും പ്രധാനം നമുക്ക് വ്യായാമത്തിന്റെ കുറവ്. ആ വ്യായാമത്തിന്റെ കുറവ് നമുക്ക് യോഗയിലൂടെ നികത്താൻ കഴിയും. അതിലേറ്റവും പ്രധാനം നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയും നമ്മുടെ പുറത്തും ആന്തരികമായിട്ട് യോഗയ്ക്ക് ടച്ച് ചെയ്യാൻ കഴിയും. പിന്നെ മാനസികമായിട്ട് മറ്റുള്ളൊരു വ്യായാമമുറയ്ക്ക് കിട്ടാത്തൊരു അഡ്വാൻറ്റേജ് ആണ്. മറ്റുള്ള വ്യായാമമുറ മോശമെന്ന് ഞാൻ പറയുന്ന ആളല്ല, എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് യോഗയ്ക്കുണ്ട്. അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മനസ്സിനെ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ യോഗയിലൂടെ സാധിക്കും.
ആന്തരിക അവയവങ്ങളിലും കൂടെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ യോഗയുടെ പല ആസനങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മെഡിറ്റേഷനിലൂടെ നമുക്ക് പൂർണ്ണമായ വിശ്രമത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ യോഗ പറയുന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ യോഗ പറയുന്നു. 1, ശരിയായ വ്യായാമം യോഗയിലൂടെ കിട്ടും. 2, ശരിയായ രീതിയിലുള്ള വിശ്രമം യോഗയിലൂടെ കിട്ടും. 3, ശരിയായ രീതിയിലുള്ള പിന്നെ ശ്വാസോച്ഛ്വാസം ബ്രീത്തിങ് കിട്ടും. 4, ശരിയായ രീതിയിലുള്ള ഭക്ഷണം. 5, ശരിയായുള്ള ചിന്ത. ഈ 5 കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കിട്ടുന്നുള്ളൊരു അനുഭവസ്ഥനാണ് ഞാൻ. കാരണം അപ്പോൾ യോഗ നിരന്തരം ചെയ്യുമ്പോൾ നമുക്ക് ഈ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ആഴ്ചക്ക് ഒരു ബ്രേക്ക് വന്നാൽ നമ്മളോട് പറയും മനസ്സ് തുടരാം. അപ്പോൾ നമുക്ക് ഈ യോഗ നിരന്തരം പരിശീലിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും യോഗ നിർത്താൻ കഴിയില്ല. കാരണം അത് നമ്മുടെ ഒരു ഉത്തേജനായിട്ട് മാറും. ഓട്ടോമാറ്റിക് നമ്മളത് ചെയ്യാൻ നിർബന്ധിതനാവും. ആ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ, സുഖം ആത്മനിഷ്ഠമാണെന്ന് പറയണത്, ആ സുഖത്തിലേക്ക് നമ്മൾ എത്തിക്കെട്ടാൽ സുഖാന്വേഷണമാണ് തീർച്ചയായിട്ടും. യോഗ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾക്ക് സുഖം നമ്മുടെ ഉള്ളിലാണല്ലോ. തീർച്ചയായും നമ്മളാണല്ലോ ഇത് അന്വേഷിച്ച് പോകുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഈ സാധനത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ യാഥാർത്ഥ്യമായ സ്ഥായിയായ സുഖമാണത്. തീർച്ചയായും മറ്റുള്ളൊരു സുഖം നമുക്ക് നൈമിഷികമാണ്, ഏത് സമയത്തും നശിക്കും. പക്ഷെ ആത്മസുഖം അതിൽ യോഗേനെ പിന്മാറില്ല. അത്രയും സുഖകരമാണ്. അപ്പൊ പുതിയ തലമുറക്ക് ഇതിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം പ്രയാസങ്ങളെ നേരിടാനുള്ള ശക്തി അവർക്കുണ്ടാവും. എന്ത് പ്രശ്നങ്ങളെയും നേരിടാനും അത് നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടാനും സന്തോഷമായിട്ട് സ്വീകരിക്കാനും കഴിയും. ജീവിതം സുഖം ദുഃഖം സമ്മിശ്രമാണല്ലോ. പക്ഷെ മനുഷ്യ സുഖത്തിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. സുഖം തേടി പോകുന്ന ലോകമാണ്. സുഖം ആത്മനിഷ്ഠമായിട്ട് ഉണ്ട്, പക്ഷെ നമ്മളത് കണ്ടെത്തുന്നില്ല, തിരിച്ചറിയുന്നില്ല. അപ്പൊ ആ തിരിച്ചറിവ് യോഗയിലൂടെ നമുക്ക് കിട്ടും. തിരിച്ചറിവാണ് യോഗ. തീർച്ചയായും എന്താ വിഷയം, നമ്മൾ എന്താണെന്നും എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് യോഗ നമുക്ക്. ആത്മനിഷ്ഠമായ ഒരു സാധനത്തിനെ തിരിച്ചറിയുന്നതോടുകൂടി യോഗിയായി മാറി. തീർച്ചയായിട്ടും നമ്മൾ യോഗ മാറും. അപ്പൊ ബാക്കിയുള്ള ബാഹ്യമായ ഘടകങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഈ പറഞ്ഞ ഭക്ഷണം, അമിതമായ ഭക്ഷണം, ഒരു യോഗ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് അമിതമായ ഭക്ഷണം കഴിക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. കാരണം അദ്ദേഹത്തിന് 2 തരം ആളുകളാണ് നമുക്ക് ലോകത്ത് നമ്മൾ തമാശയായിട്ട് പറയുന്നത്. ഒന്ന് ജീവിക്കാനായി ഭക്ഷണം കഴിക്കുന്നവരും, മറ്റത് ഭക്ഷണം കഴിക്കാനായി ജീവിക്കുന്നവരും. അപ്പൊ നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിലേക്ക് നമുക്ക് വരാൻ കഴിയും. മാറണം. നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം അത് ഭക്ഷണം കഴിക്കണ്ട നമ്മൾ എവിടെയും പറയാറില്ല. പക്ഷെ നമുക്ക് സ്വയം ഒരു നിയന്ത്രണത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും, ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ യോഗയിലൂടെ സാധിക്കും. ഭക്ഷണക്രമമൊക്കെ ചിട്ടപ്പെടുത്തിയാൽ യോഗചര്യയിലേക്ക് മാറാം. തീർച്ചയായിട്ടും യോഗയ്ക്ക് വരുന്ന ആള് സ്വാഭാവികമായിട്ടും ഭക്ഷണ നിയന്ത്രണത്തിലേക്ക് വരും, ആരും നിർബന്ധിക്കണ്ട. ഇപ്പൊ നോക്കൂ, മാഷയുടെ തന്നെ കൊളത്തൂർ സെന്ററിൽ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും വീണ്ടും അങ്ങയെ അന്വേഷിച്ചു വരുന്നുണ്ട്. എന്താ അവിടെ അന്ന് നൽകുന്ന ഒരു ഈ രീതി പഠനം തന്നെ ആവുമല്ലോ. തീർച്ചയായിട്ടും പഠനത്തില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 2-3 കാര്യങ്ങള് നമ്മളൊരു പഠനമായിട്ടല്ല നമ്മൾ അവരെ അഭിമുഖീകരിക്കുന്നത്, പഠിതാവായിട്ടല്ല. തീർച്ചയായിട്ടും ഞങ്ങളൊരു അധ്യാപകരായിട്ടും അല്ല അവിടെ അഭിനയിക്കുന്നത്. ക്ലാസ് എടുക്കും. നമ്മൾ സുഹൃത്തുക്കളായിട്ടാണ് നമ്മുടെ സംവാദമാണ് എന്റെ ക്ലാസ്. സംവാദാത്മകമായ പഠനം. തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചോദ്യം ചോദിച്ചിട്ടും തമാശ പറഞ്ഞിട്ടും ആളുകളെ കളിയാക്കി നമുക്ക് സ്വാഭാവികമായിട്ടും ആർക്കും ക്ലാസ് മടുപ്പില്ല എന്നാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. അപ്പൊ മറ്റേത് നമ്മളൊരു പ്രത്യേകിച്ച് ഞാനടുത്ത് കാസർഗോഡ് നിന്ന് ഒരാളെ കണ്ടപ്പോ അവിടെ പറഞ്ഞു സുനിൽ മാഷയുടെ ക്ലാസ് ഗംഭീരാണ് എന്നോട് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഫീഡ്ബാക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗാചാര്യനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മളവിടെ തന്നെ കാസർഗോഡ്, കണ്ണൂരിന്ന്, തൃശ്ശൂരിന്ന്, മലപ്പുറം ജില്ലയുടെ എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് അവിടെ പഠിക്കാൻ ആളുകൾ വരുന്നുണ്ട്. അവർക്കൊന്നും അവിടെ സെന്ററുകൾ ഇല്ലാഞ്ഞിട്ടല്ല, അവരൊക്കെ നമ്മളോട് പല ആളുകളും ഇതുമാതിരി ഒരാൾ പിന്നെ കോഴിക്കോട് നിന്ന് വിളിച്ചിരുന്നു, സാർ എങ്ങനെ ക്ലാസ് ഉണ്ട് എന്ന് മലപ്പുറത്തുണ്ട് എന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അടുത്ത സെന്ററിൽ പോവാം. അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെ നല്ല ക്ലാസ് ആണ്, മറ്റേ മലപ്പുറത്ത് നിന്നാണ് അറിഞ്ഞത്, വരുന്നതുകൊണ്ടല്ല വിരോധമുണ്ട്, ഞാൻ ഒരു വിരോധമില്ല. എന്നിട്ട് അപ്പൊ അവർ പറഞ്ഞു ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുള്ളൂ, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഞാൻ തുടരുള്ളൂ എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അവർ വന്നപ്പോൾ അവരൊരു ക്ലാസ് ഇപ്പോൾ മിസ്സാക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ഒരുപാട് ആളുകളെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അത് നമ്മൾ സൗഹാർദ്ദപരമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ, സുഹൃത്തുക്കളായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും. പിന്നെ നമ്മൾ കുറെ ആനുകാലിക സംഭവങ്ങളും തമാശകളും ഗെയിമുകളൊക്കെ നമ്മൾ ഈ സിലബസിന്റെ ഭാഗമായിട്ട് കൊടുക്കും.
കളി, തമാശ, ചിരി എല്ലാ പ്രായക്കാരും നമുക്ക് അവിടെ ഉണ്ട്. അവിടെ വന്നാൽ എല്ലാവരും കുട്ടികളാണ്, ഡോക്ടർമാര്, എല്ലാം വിവിധ മേഖല. അവിടെ നമുക്ക് ഡോക്ടർമാരുണ്ട്, പിന്നെ അധ്യാപകന്മാരുണ്ട്, ഒരുപാട് ആളുകൾ നമ്മളെ ക്ലാസ്സിലേക്ക് ജോലി ഇല്ലാത്തവരുണ്ട്, ഉണ്ട്, പോലീസുകാരുണ്ട്, വിവിധ മേഖലകളിലുള്ള ആളുകളാണ്, വീട്ടമ്മമാര്, കുട്ടികള്. അവിടെയൊക്കെ നമുക്ക് ചെറിയ കൂട്ടി മീൻസ് വീട്ടമ്മമാരുടെ കാര്യം പറഞ്ഞപ്പോൾ വീട്ടമ്മമാർക്ക് പ്രത്യേക എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ? വീട്ടമ്മമാർക്ക് നമ്മുടെ ഈ യോഗയുടെ ഭാഗമായിട്ട് ഇപ്പൊ വെറുതെ ഇരിക്കുന്നപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ SRCയുടെ കോഴ്സിലേക്ക് വന്നവർക്ക് ഒരു തൊഴിലും കൂടെ അതിന്റെ കൂടെ കിട്ടുന്നതാണ്. ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും യോഗയുടെ സാധ്യതകൾ ഇവിടെ വരുന്നുണ്ട്. കാരണം നമുക്കിപ്പോ പഞ്ചായത്തുകളിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ക്ലാസ്സുകളുണ്ട്, 1 മണിക്കൂർ ക്ലാസ്സേ വരുന്നുള്ളൂ. അതുപോലെ സ്പോർട്സ് കൗൺസിലിന്റെ യോഗ ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാവിലെയും വൈകുന്നേരത്തും മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മളോട് ബന്ധമുള്ള ഒരു 10 ആളെ നമുക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞാലോ, അതിന്റെ ഒരു ഗുണം പുറത്തുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് വീട്ടിൽ അടങ്ങിയിരിക്കാതെ അവർക്കൊരു വരുമാന മാർഗം കൂടെ ആക്കാനും യോഗ കഴിയും. പിന്നെ സമൂഹത്തിൽ ഒരു നല്ലൊരു സ്ഥാനം നമുക്ക് യോഗയോടെ നേടാൻ കഴിയും. എവിടെ ചെന്നാലും നമുക്കൊരു ബഹുമാനം കിട്ടുന്ന ഒരു ജോലി കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വരുമാന മാർഗവും കൂടെ ആവുന്നു, അവർക്ക് സമൂഹത്തിൽ സ്ഥാനം കിട്ടുന്നു, പിന്നെ അവർ മെന്റലി വളരെ പ്രോഗ്രസ് ആവുകയാണ്, മാനസിക ഉല്ലാസം, മാനസിക ഊർജ്ജം കിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന വീട്ടമ്മമാരൊക്കെ നമുക്ക് ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് ഞായറാഴ്ച അങ്ങോട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇതാണ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ക്ലാസ്സിൽ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് പുതിയ കാലത്ത് യോഗയിലൂടെ അത് നമുക്ക് വിജയമാണ്. ഒരുപാട് വീട്ടമ്മമാര് അതിപ്പോ അതുകൊണ്ട് ഗവൺമെന്റ് SSLC ഉള്ള ആളുകൾക്കും കൂടെ നമ്മളവിടെ പഠന കേന്ദ്രത്തിൽ സൗകര്യമുണ്ട്. 6 മാസം അവർക്ക് പിന്നെ അതിന്റെ ബേസിക് കോഴ്സ് പഠിക്കാം. അത് പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം യോഗയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനും കഴിയും. തീർച്ചയായും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടെ വീട്ടമ്മമാർക്കും പറ്റും. പിന്നെ വീട്ടമ്മമാർക്ക് കാരണം അവര് വീടുകളിൽ കുട്ടികളൊക്കെ എല്ലാവർക്കും പഠിക്കുന്ന കുട്ടികൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ അവർക്ക് സ്വയം പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കൂടെ കിട്ടുകയാണ്. ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രേക്ഷകരെ നമ്മളെ യോഗാചാര്യൻ സുനിൽ സാറിന്റെ കുറേ യോഗ ചര്യകളുണ്ട്, യോഗ ക്രമങ്ങളുണ്ട്. നമുക്കൊരു 1-2 സാധനം ഇപ്പോൾ ഇരുന്നു കൊണ്ട് കാണിക്കാം. അദ്ദേഹത്തിൻ്റെ വേറൊരു പുതിയ ഒരു പങ്ക്തി തന്നെ ചിലപ്പോൾ ആരംഭിക്കും. നമ്മൾ നോക്കാം. നമുക്ക് 2 എന്തെങ്കിലും സാധനം ഇരുന്നുകൊണ്ട് കാണിച്ചാൽ മതിയല്ല. ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മൾ ശരിക്ക് ചെയ്യുന്ന നമുക്ക് ഇരുന്നുകൊണ്ടല്ല ഇപ്പൊ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം നമുക്ക് എന്താ വെച്ചാൽ പ്രാണായാമം. പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരു ചില വിധികൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ നാഡീശുദ്ധി പ്രാണായാമം. അപ്പോൾ ചെയ്യണ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചിന്മുദ്ര നിർബന്ധമാണ്. അപ്പോൾ ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൂണ്ടുവിരലും തള്ളവിരലും ടച്ച് ചെയ്യണം, നമ്മുടെ കാലിൽ ഇങ്ങനെ മലർത്തി വെക്കണം. അടുത്ത മുദ്രയാണ് നാസിക മുദ്ര എന്ന നമ്മുടെ ഈ 2 വിരലുകൾ മടക്കി തള്ളവിരൽ അതിൻ്റെ മുകളിൽ വെക്കണം. അതിനുശേഷം നമ്മൾ നട്ടൽ നിവർത്തിയിരിക്കണം. നിവർത്തിയിരുന്നു കൊണ്ട് നമ്മൾ പതുക്കെ വലത് തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ച് പതുക്കെ നമ്മൾ ഇടത് മൂക്കിലൂടെയുള്ള ശ്വാസം പുറത്തേക്ക് പതുക്കെ വിടണം. എന്നിട്ട് പതുക്കെ ഇടത് മൂക്കിലൂടെ വളരെ പതുക്കെ ശ്വാസം എടുക്കണം. 2 മൂക്കും കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. വലത് മൂക്കിലൂടെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസം പതുക്കെ എടുക്കുക. 2 മൂക്കും അടച്ചു വെക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തു. പതുക്കെ നമ്മൾ ഇടത് മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്ത് വിട്ട് അവസാനിപ്പിക്കാം. അല്പസമയം ഒന്ന് കണ്ണടച്ച് ശ്വാസഗതിയെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് തുറക്കുക. ആർക്കും ചെയ്യാവുന്നതാണ് ഒരു ക്രമമല്ലേ. ഒരുപാട് ഗുണം ഇതിലുണ്ട്. അതിൻ്റെ പേര് തന്നെ എന്താണ്? നാഡീശുദ്ധി പ്രാണായാമം. എല്ലാ നാഡീകളെയും ശുദ്ധീകരിക്കുന്ന പ്രാണായാമമാണ്. മനസ്സ് പെട്ടെന്ന് ശാന്തമാവും. നാഡീശുദ്ധി പ്രാണായാമം ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു ഉണർവ് അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും വയറൊഴിഞ്ഞ സമയത്ത് നമ്മുടെ പിന്നെ ഭക്ഷണം കഴിച്ചിരിക്കണം. അപ്പോൾ ആ സമയത്ത് നല്ല ശുദ്ധവായു കിട്ടുന്ന സ്ഥലത്ത് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. വെറും നിലത്തിരുന്ന് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റോ യോഗ മാറ്റോ വിരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പലകയിലോ മുകളിലോ ഇരുന്നിട്ട് നമുക്ക് എങ്ങനെയാണോ സുഖം, സുഖാസനത്തിലോ പത്മാസനത്തിലോ വജ്രാസനത്തിലോ എങ്ങനെ ഇരിക്കാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നട്ടിൽ എന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപാരമായ ഗുണമാണ് നാഡീശുദ്ധി പ്രാണായാമത്തിൽ. ആർക്കും, ഏത് പ്രായക്കാർക്കും ഏത് അസുഖക്കാർക്കും ചെയ്യാൻ പറ്റിയ പ്രാണായാമമാണ്. അത്രത്തോളം ഗുണം അതിലുണ്ട്. അങ്ങയുടെ കുടുംബജീവിതം, കുടുംബം
ഞാൻ പിന്നെ എൻ്റെ കുടുംബം, അമ്മ ഉണ്ട്, അച്ഛൻ 25 വർഷമായി മരിച്ചിട്ട്. ഞങ്ങൾ 2 ആമക്കളാണ്. എൻ്റെ ഒരു മൂത്തത് ജ്യേഷ്ഠുണ്ട്, ഞാൻ 2ാമത്തെ ആളാണ്, ചെറിയ മകനാണ്. അമ്മ ഉണ്ട്, അമ്മ ഞങ്ങളുടെ കൂടെയാണ്. ഭാര്യ, 2 മക്കള്. ഭാര്യ അങ്ങാടിപ്പുറം KSFE കളക്ഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ദീപശ്രീ. മക്കള് മോള് +2 കഴിഞ്ഞിട്ട് പിന്നെ നീറ്റ് എക്സാം എഴുതിയിട്ട് ഇരിക്കുന്നു. നീറ്റും കീമോ എഴുതി വെയിറ്റ് ചെയ്യുന്നു. മോൻ 10ാം ക്ലാസ്സിലാണ്, അതുൽ കൃഷ്ണ. ഇപ്രാവശ്യം SSLC ആണ്. ഇതാണ് നമ്മുടെ കുടുംബ. മോള് പിന്നെ അഞ്ജന. ഇപ്പോൾ +2 കഴിഞ്ഞു. പുതിയ ദൗത്യങ്ങളുമായി സുനിൽ സാറ് മുന്നോട്ടേക്ക് പോവുകയാണ്. യോഗ ജീവിതക്രമമാണ്. പുതിയ കാലത്ത് നമ്മളിലേക്ക് നൽകുന്ന യോഗ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളത് തന്നെ. അത് കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം SRC സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ കോളേജ് നടത്തുന്നുണ്ട്. യോഗ പരിശീലന കേന്ദ്രമുണ്ട്. അവിടെ ഏവർക്കും എല്ലാ ഞായറാഴ്ചയും അല്ലേ സാറേ? ഞായറാഴ്ച 2ാം ശനിയാഴ്ച, എല്ലാ ഞായറാഴ്ചയും 2ാം ശനിയാഴ്ചയും ക്ലാസ്സുകളുണ്ട്. യോഗ അധ്യാപക പരിശീലനം നടത്തുന്നുണ്ട്. ഏവരെയും അങ്ങോട്ടേക്ക് അദ്ദേഹം ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പ്രേക്ഷകർ എല്ലാ ആളുകളും യോഗയിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടെ പറയാനുള്ളത്, ഒരുപാട് ആളുകൾ വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അതായത് ഈ കോഴ്സിനെ പറ്റി അറിയാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളിലൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും നല്ലൊരു അവസരം ഗവൺമെൻറ് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്നിരിക്കുകയാണ്. കാരണം അവധി ദിവസങ്ങളിലെ ക്ലാസ്, പ്രായപരിധിയില്ല. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ക്ലാസ് രാവിലെ 9 മണി മുതൽ 2 മണി വരെയാണ് നമ്മൾ ഉള്ളത്, ഞായറാഴ്ചകൾ, 2ാം ശനി. അപ്പോൾ മാസത്തിൽ 5 ക്ലാസ്സേ വരുന്നുള്ളൂ. അത് ഹോളിഡേ ക്ലാസ്സുകളാണ്. അപ്പോൾ ആർക്കും പഠിക്കാം, പ്രായപരിധിയില്ല. പിന്നെ നമുക്കൊക്കെ ഒരു സംശയം വരും, എല്ലാവർക്കും യോഗ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. യോഗ എന്ന് പറഞ്ഞാൽ സ്ഥിരം സുഖം ആസനമാണ്. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ചെയ്യാം, അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അതാണ് അങ്ങനെ തന്നെ, സ്ഥിരം സുഖം ആസനം, സ്ഥിരമായിട്ട് സുഖമായിട്ട് ഇരിക്കുന്ന അവസ്ഥ യോഗ. അപ്പോൾ അങ്ങനെ ആരും ഭയപ്പെടേണ്ടതില്ല. എനിക്ക് ചെയ്യാൻ പറ്റുമോ, പ്രായം കൂടുതലൊന്നുമില്ല. അപ്പോൾ നമുക്ക് തന്നെ അവിടെ 76 വയസ്സുള്ള ഒരാൾ പഠിക്കാൻ വരുന്നുണ്ട്, ഏറ്റവും 17 വയസ്സുള്ള ആളുണ്ട്. അപ്പോൾ അവിടെ വന്ന എല്ലാവരും കുട്ടികളാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ കോഴ്സിലേക്ക് വരികയും നിങ്ങൾക്ക് സ്വയം വളരാനും കൂടെ ഒരു ജോലി സാധ്യതയും കൂടി ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വലിയ സന്തോഷം സാർ നമ്മുടെ പടവുകളിൽ വന്നതിൽ. നന്ദി, നമസ്കാരം. വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.